ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കഥ പറച്ചിൽ വീഡിയോ ആണ്. ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നെ മലയാളം പഠിപ്പിച്ച ജോസ് മാത്യു സാറ് അയച്ചു തന്ന കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ അദ്ദേഹം ചെയ്തു തരുമോ, റെക്കോർഡ് ചെയ്ത് തരുമോ എന്നോട് ചോദിച്ച സമയത്ത് എനിക്കത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല. എൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കാരണം സംഭവിച്ചു പോയതാണ്. അദ്ദേഹത്തിനോടൊരു മാപ്പ് പറയുന്നതിനോടൊപ്പം ഈ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ, ജോസ് മാത്യു മൂഴിക്കുളത്തിൻ്റെ മതിലുകൾ എന്ന കഥ. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം നിർബന്ധമായിട്ടും. നമുക്ക് കഥയിലേക്ക് പോകാം. ബഷീറിൻ്റെ മതിലുകളെ പോലെ ഉയരമുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ചുറ്റുമതിൽ. എന്നിട്ടും പടിഞ്ഞാറ് വശത്ത് ആ മതിലിനപ്പുറം താമസിക്കുന്ന സ്ത്രീയുടെ പേര് നാരായണി എന്നാണെന്ന് കേട്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഞങ്ങളുടെ അയൽക്കാരിയായ നാരായണി ഒരിക്കലും കേട്ടിരിക്കാനിടയില്ല. KPSC ലളിതയുടേതുപോലുള്ള ഒരു സ്വരവുമായിരുന്നില്ല നാരായണിക്ക്. ശബ്ദം മാത്രം കേട്ടാൽ ഒരു പുരുഷനോ എന്ന് സംശയവും തോന്നാം. പ്രായം 80 കഴിഞ്ഞിട്ടുള്ള, ശരീരം മുഴുവൻ ചുളിവുകൾ വീണുപോയ ഒരു പാവം കർഷക തൊഴിലാളി സ്ത്രീ. രാവിലെ തന്നെ മക്കൾ പണിക്ക് പോയി കഴിഞ്ഞാൽ നാരായണി തനിച്ചാണ്. മുറ്റമടിക്കലും തുണി ഉണക്കലും മറ്റുമായി ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ അറിയാത്ത, വീട് മുഴുവൻ ഓടി നടക്കുന്ന നാരായണിയെ എൻ്റെ വീടിൻ്റെ വർക്ക് ഏരിയയിൽ നിന്നാൽ വ്യക്തമായി കാണാം. അവധി ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഭാര്യയും നാരായണിയോട് സംസാരിക്കാറുമുണ്ട്. പള്ളിക്കൂടത്തിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത നാരായണിക്ക് അധ്യാപകരോട് എന്തെന്നില്ലാത്ത ബഹുമാനവുമായിരുന്നു. ആ ബഹുമാനം എന്നോടുള്ള വാക്കുകളിലും പ്രതിഫലിച്ചിരുന്നു. മാഷേ എന്നാണ് നാരായണി എന്നെ വിളിച്ചിരുന്നത്. വളരെ അഭിമാനിയായിരുന്നു നാരായണി. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ നാരായണിക്ക് കൈമാറാൻ ശ്രമിച്ചാൽ തന്ത്രപൂർവ്വം നാരായണി ഒഴിഞ്ഞു മാറിക്കളയും. കഴിക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട് എന്നായിരിക്കും സ്ഥിരം മറുപടി. വല്ലപ്പോഴുമൊക്കെ ചെറിയ തുക എന്തെങ്കിലും മതിലിന് മുകളിലൂടെ നാരായണിക്ക് വെച്ച് നീട്ടിയാൽ, എനിക്കെന്തിനാ കാശ്, ഒക്കെ പിള്ളേർ തരും, പോരാത്തതിന് പെൻഷനും കിട്ടും എന്ന് പറഞ്ഞ് ഓടി മാറും. ഓട്ടത്തിനിടയിൽ അപ്പുറത്ത് ഇഷ്ടം പോലെ പണിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് വിളിച്ചു പറയുന്നതും കേൾക്കാം. എന്നാൽ ഈസ്റ്ററിനും ക്രിസ്തുമസിനും പള്ളി പെരുന്നാളിനും ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന അപ്പവും ഇറച്ചിക്കറിയും കൈമാറുമ്പോൾ അത് സ്വീകരിക്കാൻ നാരായണി ഒരു മടിയും കാട്ടിയിരുന്നില്ല. ചിരിച്ചുകൊണ്ട് ആ ഭക്ഷണ സാധനങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ അവർ അകത്തേക്ക് കൊണ്ടുപോകും. അതുപോലെ വിഷുവിനും ശിവരാത്രിക്കും നാരായണിയുടെ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ വാഴയില കൊണ്ട് മൂടി മതിലിൽ വെച്ചുകൊണ്ട് മാഷേ എന്നൊരു വിളി വിളിക്കും. എൻ്റെയോ ഭാര്യയുടെയോ തലവട്ടം കണ്ടാൽ കൊണ്ടുപോയി കിടാങ്ങൾക്ക് കൊടുക്ക് എന്ന് വിളിച്ചു പറയും. ഞങ്ങളത് സ്വീകരിക്കുന്നത് ദൂരെ മാറി നിന്ന് നോക്കി നിൽക്കുകയും ചെയ്യും. അന്നൊരു ദിവസം ഞാൻ വീട്ടിൽ ലീവ് എടുത്തിരിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. പച്ചക്കറി ചെടികൾ നനയ്ക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി 2-3 കടന്നലുകൾ എന്നെ ആക്രമിച്ചു. കയ്യിൽ നല്ല കുത്തുകിട്ടി. വേദന കൊണ്ട് പുളയുന്ന എന്നെ നോക്കിക്കൊണ്ട് മതിലിനപ്പുറത്ത് തല ഉയർത്തി നാരായണി നിൽക്കുന്നത് കണ്ടു. വെറ്റില മുറുക്കുന്നവരുടെ കയ്യിൽ ചുണ്ണാമ്പുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ചുണ്ണാമ്പുണ്ടോ? എന്നെ കടന്നൽ കുത്തി. ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു തീർത്തു. മതിലിനടുത്ത് നിന്ന് നാരായണി ഓടുന്നത് കണ്ടു. തിരിച്ചു വരുമ്പോൾ ഇടത് കൈപ്പത്തിയിൽ വലത് കൈവിരലുകൾ കൊണ്ട് ഞെരടി തുളസിയില പിഴിയുകയാണവർ. ഞാൻ എൻ്റെ കൈകൾ മതിലിന് മുകളിൽ വെച്ചു. നാരായണി മതിലിനപ്പുറത്ത്. നാരായണിയുടെ കൈവിരലുകളിലൂടെ തുളസിനീര് വേദനയുള്ള എൻ്റെ കൈകളിലേക്ക് ഇറ്റിറ്റു വീണുകൊണ്ടിരുന്നു. പിഴിയുന്നതിനിടയിലും എൻ്റെ കൈകളിൽ തൊടാതിരിക്കാൻ ബോധപൂർവം അവർ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ മുറുക്ക് നിർത്തി മോനെ, ചുണ്ണാമ്പില്ല, ഈ തുളസിനീര് പറ്റിയ വേദന കുറഞ്ഞോളൂ കേട്ടോ. മോനെ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടു. എനിക്ക് കോവിഡ് പോസിറ്റീവാണെന്നറിഞ്ഞ ജനുവരി 1 തന്നെ വീടിന് മുൻപിലെ ഗേറ്റ് ഞാൻ അടച്ചുപൂട്ടി. ഞങ്ങൾ ക്വാറൻറ്റൈനിലാണ് എന്ന ബോർഡും ഗേറ്റിൽ തൂങ്ങി. നാരായണിയുടെ മകനെ ഫോണിൽ വിളിച്ച് ഞങ്ങൾക്ക് കോവിഡ് ആണെന്നും അമ്മയെ സൂക്ഷിക്കണമെന്നും അറിയിച്ചു. ഞങ്ങളുടെ കോവിഡിൻ്റെ നാളുകളിൽ നാരായണിയെ മുറ്റത്ത് അധികം കണ്ടിട്ടില്ല. നാരായണിക്ക് കോവിഡ് വരല്ലേ എന്ന പ്രാർത്ഥന സദാ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കോവിഡ് വന്നാൽ അതിനെ അതിജീവിക്കാൻ നാരായണിയുടെ ശരീരത്തിന് കഴിയുമോ എന്നായിരുന്നു പേടി. എനിക്ക് കോവിഡ് ആണെന്ന് അറിഞ്ഞതിന് പിറ്റേന്ന് വീടിന് പടിഞ്ഞാറ് വശത്ത് മതിലിന് മുകളിൽ ഒരു കടലാസ് കൂടിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാഷേ എന്നുള്ള നീണ്ട വിളിയും കേൾക്കാം. മതിലിന് മുകളിൽ 4-5 കോഴിമുട്ട ഇരിപ്പുണ്ട്, കിടാങ്ങൾക്ക് കൊടുക്ക്, വേഗം എടുത്തോ, കാക്ക കൊണ്ടുപോകും. നാരായണിയുടെ ശബ്ദം ഉയർന്നു പൊങ്ങുകയാണ്. അപരാജിത ധൂപചൂർണം പുകച്ചാൽ കൊറോണ വൈറസുകൾ നശിച്ചു പോകും എന്ന് പറഞ്ഞ് വാർഡ് മെമ്പർ രാഹുൽ ഒരു പൊതി മുൻവശത്തെ ഗേറ്റിനടുത്ത് മതിലിൽ വെച്ചുപോയി. പുകയ്ക്കണമെങ്കിൽ ചിരട്ടക്കനൽ വേണമല്ലോ, അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന ഞാനും ഭാര്യയും മാഷേ എന്ന വിളി കേട്ട് വീടിൻ്റെ പിൻഭാഗത്തേക്ക് ചെന്നു. മതിലിന് മുകളിലൂടെ ഒരു പൊതിക്കെട്ട് ഉയർന്നു പൊങ്ങി ഞങ്ങളുടെ വർക്ക് ഏരിയയുടെ അടുത്ത് വന്ന് വീഴുകയാണ്. അതെടുത്ത് പുകച്ചോളൂ, ചിരട്ടക്കനലാണ്. അപ്പുറത്ത് നിന്ന് നാരായണിയുടെ ശബ്ദം. പൊതിക്കെട്ടെടുത്തപ്പോൾ
അതിനുള്ളിലെ ചൂട് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. സ്നേഹത്തിന് ചൂടുണ്ടാവുമെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. കുടുംബത്തിൽ എന്നെയും ഭാര്യയെയും മാത്രം ആശ്ലേഷിച്ച് കോവിഡ് എത്രയും വേഗം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ പോയി. മാസങ്ങൾ കഴിഞ്ഞു പോയി. കോവിഡിൻ്റെ 2ാം തരംഗം നാട്ടിൽ ശക്തമാവുകയാണ്. മരണനിരക്കും കൂടി. അപ്രതീക്ഷിതമായാണ് ആ വാർത്ത അറിഞ്ഞത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നാരായണിയെയും ഒടുവിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നു. മക്കളിൽ നിന്നാണത്രേ നാരായണിക്ക് കോവിഡ് കിട്ടിയത്. നാരായണിയുടെ കുടുംബം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളെക്കൊണ്ടാവും വിധം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മതിലിന് മുകളിലൂടെ ഭക്ഷണപദാർത്ഥങ്ങളും മരുന്നുകളും നാരായണിയുടെ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. നാട്ടുകാരും സഹായത്തിനെത്തി. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയേണ്ടത് ഒന്ന് മാത്രമായിരുന്നു: നാരായണിക്ക് എങ്ങനെയുണ്ട്? കടുത്ത വയറിളക്കത്താലും ഛർദിയാലും കഷ്ടപ്പെടുന്ന നാരായണിക്ക് ദൈവാനുഗ്രഹത്താൽ ശ്വാസതടസ്സം മാത്രം ഉണ്ടായില്ല എന്നറിഞ്ഞു. ഒടുവിൽ നാരായണിയും കോവിഡ് നെഗറ്റീവായി. ആ വീട്ടിൽ ആർക്കും ഒരപകടവും ഉണ്ടായില്ല. ക്വാറന്റൈനിൻ്റെ നാളുകൾ കഴിഞ്ഞു. നാരായണിയുടെ മക്കൾ പുറത്ത് പണിക്ക് പോയി തുടങ്ങി. പിന്നെയും ഏറെ ദിവസങ്ങൾ കഴിഞ്ഞാണ് നാരായണി പുറത്തിറങ്ങിയത്. നാരായണിയെ കണ്ട ഉടനെ മതിലിനടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. സുഖമായോ എന്ന് ചോദിച്ചു. കൈപ്പടം നെറ്റിക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് എന്നെ സൂക്ഷിച്ചു നോക്കി നാരായണി ചോദിച്ചു, ആരാ? ഞാൻ മാഷാണ്. മറുപടി കാക്കാതെ നാരായണി നടന്നുകൊണ്ടിരുന്നു. കൂടെയുള്ള മകൾ പരിഭ്രമത്തോടെ പറഞ്ഞു, അമ്മയ്ക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഞങ്ങളെപ്പോലും. ഡോക്ടർ പറഞ്ഞത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമെന്നാണ്. മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മനസ്സും വല്ലാതായിപ്പോയി. പിറ്റേന്ന് രാവിലെ ഒരു ബഹളം കേട്ടാണ് ഉണർന്നത്. നോക്കുമ്പോൾ നാരായണിയുണ്ട് ഞങ്ങളുടെ മതിലിന് മുകളിൽ കയറി നിൽക്കുന്നു. എന്തോ അന്വേഷിക്കുകയാണ് അവർ. അമ്മേ, താഴെ ഇറങ്ങ്! മക്കൾ മതിലിന് താഴെ നിന്ന് നിലവിളിക്കുന്നു. ഏറെ പണിപ്പെട്ടതിന് ശേഷം അമ്മയെ അവർ താഴെ ഇറക്കി വീടിനകത്തേക്ക് കൊണ്ടുപോയി. ഇതിനകം തന്നെ അവരുടെ വീടിൻ്റെ പ്രവേശന ഭാഗത്ത് നാരായണി പുറത്തിറങ്ങാതിരിക്കാൻ മക്കളൊരു ചെറിയ ഗേറ്റ് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോൾ നാരായണിയുടെ മകൻ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് വന്ന് പറഞ്ഞു, മാഷേ, അമ്മ എന്നാണ് നോർമലാവുക എന്നറിയില്ല. പുറത്തിറങ്ങാതിരിക്കാൻ ചുറ്റും ഞങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. മാഷിൻ്റെ മതിലിന് ഉയരം കുറവായതിനാൽ അമ്മ എപ്പോഴും അതിൽ കയറി നടപ്പാണ്. വിരോധമില്ലാച്ച ആ മതിലിൻ്റെ ഉയരം 2-3 അടി ഒന്ന് കൂട്ടുമോ? അമ്മ കയറാതിരിക്കാനാണ്. പേടിയായിട്ട് പാടില്ല. ഇപ്പോൾ ഞങ്ങളുടെ മതിലിൻ്റെ ഉയരം കൂട്ടുന്നതിനുള്ള പണി തകർത്ത് നടക്കുകയാണ്. നാരായണിയുടെ മക്കൾ തന്നെയാണ് പ്രധാന പണിക്കാർ. വർക്ക് ഏരിയയിൽ നിന്ന് ഞാൻ നോക്കി. നാരായണിയുടെ വീട് എൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ മതിൽ ഉയർന്നുയർന്ന് ചാടുകയാണ്, ഒരു കുട്ടിയെപ്പോലെ. ജോസ് മാത്യു സാറിനാണ് നന്ദി പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കഥ എനിക്ക് അയച്ചു തന്നതിന്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.